സിറിയയിലെ കത്തുന്ന മരുഭൂമികളിൽ നിന്ന് അൽ ഹൗൽ അൽ റോജ് എന്നീ കുപ്രസിദ്ധമായ തടങ്കൽ പാളയങ്ങളിൽ നിന്ന് ഇന്ന് ലോകം കേൾക്കുന്നത് പുതിയൊരു നിലവിളിയാണ്, പുതിയ പ്രാർത്ഥനകളാണ്. പക്ഷേ അത് പീഡനങ്ങളുടേതല്ല, മറിച്ച് രക്ഷപ്പെടാനുള്ള വെമ്പലിന്റേതാണ്. ഒരു കാലത്ത് ഐസിസ് എന്ന ഭീകര സംഘടനയുടെ ഭാഗമാകാൻ തങ്ങളുടെ വീടും നാടും ഉപേക്ഷിച്ച് ജിഹാദിന്റെ പേരും പറഞ്ഞ് സിറിയയിലേക്ക് പോയ സ്ത്രീകൾ, നമ്മൾ അവരെ ഐസിസ് ബ്രൈഡ്സ് എന്ന് വിളിച്ചു. അതെ, ഈ ഐസിസ് വധുക്കൾ അവർ ഇന്ന് യുദ്ധം തകർത്ത സിറിയൻ മണ്ണിൽ നിന്ന് തിരികെ വരാൻ തീവ്ര ശ്രമങ്ങൾ നടത്തുകയാണ്. പ്രത്യേകിച്ച് ഓസ്ട്രേലിയൻ പൗരത്വമുള്ള സ്ത്രീകൾ. സിറിയയിൽ ബഷാർ അൽ അസദ് ഭരണകൂടം തകർന്നടിയുകയും പുതിയ അധികാര സമവാക്യങ്ങൾ വരികയും ചെയ്തതോടെ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെനി വോങ്ങും പ്രതിരോധ മന്ത്രി റിച്ചർഡ് മാർലെസും വളരെ ഗൗരവമേറിയ ഒരു വാർണിംഗ് നൽകി കഴിഞ്ഞു. വരൂ, പക്ഷേ നിയമം നിങ്ങളെ വെറുതെ വിടില്ല. എന്താണ് സിറിയയിൽ സംഭവിക്കുന്നത്? ഈ സ്ത്രീകളുടെ തിരിച്ചുവരവ് ഓസ്ട്രേലിയയെയും ലോകത്തെയും എങ്ങനെയൊക്കെ ബാധിക്കും പരിശോധിക്കാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സിറിയയിലെ പുതിയ മാറ്റമാണ്. 2024 അവസാനത്തോടെ വർഷങ്ങളോളം സിറിയയെ അടക്കി ഭരിച്ച ബഷാർ അൽ അസദ് ഭരണം അവസാനിച്ചു. അഹമ്മദ് അൽ ഷാറയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതോടെ അതുവരെ അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തകർന്നു. ഇത്രയും കാലം ഈ ഐസിസ് വധുക്കളെയും അവരുടെ മക്കളെയും തടവിൽ പാർപ്പിച്ചിരുന്നത് കുർദിഷ് സേനയായ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സസ് ആയിരുന്നു, അതായത് SDF ആയിരുന്നു. അമേരിക്കൻ സൈന്യത്തിന്റെ പിന്തുണയോടെ ആയിരുന്നു ഇവരുടെ പ്രവർത്തനം. എന്നാൽ അമേരിക്കൻ സൈന്യം പിൻവാങ്ങുകയും കുർദിഷ് സേനയുടെ സ്വാധീനം കുറയുകയും ചെയ്തതോടെ തടവറകളുടെ വാതിലുകൾ തുറക്കപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് 4 സ്ത്രീകളും 9 കുട്ടികളും അടങ്ങുന്ന സംഘം സിറിയൻ തലസ്ഥാനമായ ഡമസ്കസിലേക്ക് തിരിച്ചത്. ഇവർക്ക് ഓസ്ട്രേലിയൻ പാസ്പോർട്ടും വിമാന ടിക്കറ്റുകളും എങ്ങനെയോ ലഭിച്ചു കഴിഞ്ഞു. പക്ഷേ ഡമസ്കസ് എയർപോർട്ടിലെ കനത്ത സെക്യൂരിറ്റി കടമ്പകൾ ഇവർക്ക് മുന്നിലുണ്ട്. ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഇവർക്ക് റെഡ് കാർപ്പറ്റ് വിരിക്കുകയല്ല ചെയ്യുന്നത്. വിദേശകാര്യമന്ത്രി പെന്നി വോങ് പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. യുവർ ഓൺ യുവർ ഓൺ. അതായത് സർക്കാർ നിങ്ങളെ കൊണ്ടുവരാൻ വിമാനം അയക്കില്ല. നിങ്ങൾ സ്വന്തം നിലയ്ക്ക് വിമാനത്താവളത്തിൽ എത്തിയാൽ പൗരന്മാരായതുകൊണ്ട് പ്രവേശനം നിഷേധിക്കാനാവില്ല. പക്ഷേ മണ്ണിൽ കാലുകുത്തുന്ന നിമിഷം നിങ്ങളെ കാത്തിരിക്കുന്നത് കടുത്ത വിചാരണകളായിരിക്കും. യുദ്ധമേഖലകളിലേക്ക് അനുവാദമില്ലാതെ യാത്ര ചെയ്തു എന്നത് തന്നെ ഓസ്ട്രേലിയൻ നിയമപ്രകാരം വലിയ കുറ്റമാണ്. കൗണ്ടർ ടെററിസം നിയമങ്ങൾ ഉപയോഗിച്ച് ഇവരെ ജയിലിൽ അടയ്ക്കാൻ സർക്കാരിന് സാധിക്കും. പക്ഷേ ഇവിടെയാണ് ഒരു വലിയ ട്വിസ്റ്റ് വരുന്നത്. ഈ സ്ത്രീകളുടെ കൂടെയുള്ള 9 കുട്ടികൾ, അതാണ് ഈ വിഷയത്തിലെ ഏറ്റവും സങ്കീർണമായ ഭാഗം. ഈ കുട്ടികളിൽ ഭൂരിഭാഗവും സിറിയയിലെ നരക തുല്യമായ സാഹചര്യങ്ങളിൽ ജനിച്ചവരാണ്. അവരുടെ മാതാപിതാക്കളുടെ തെറ്റായ തീരുമാനങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങൾ എന്തിന് ശിക്ഷ അനുഭവിക്കണം? മുമ്പ് സ്കോട്ട് മോറിസൺ സർക്കാരിന്റെ കാലത്ത് ഇതുപോലെ തിരികെ വന്നവരെ പുനരധിവസിപ്പിച്ചിരുന്നു. അന്ന് അവരെ അറസ്റ്റ് ചെയ്തിരുന്നില്ല. എന്നാൽ ആൽബനീസ് സർക്കാർ ഇത്തവണ ആ സോഫ്റ്റ് കോർണർ കാണിക്കാൻ തയ്യാറല്ല. നാഷണൽ സെക്യൂരിറ്റി ഈസ് അവർ ടോപ്പ് പ്രയോറിറ്റി എന്നാണ് ഓസ്ട്രേലിയയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ റിച്ചർഡ് മാർലെസ് പറയുന്നത്. ഇനി ഈ വിഷയത്തിൽ ഓസ്ട്രേലിയൻ ജനതയ്ക്കിടയിലും ഭിന്നാഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒരു വിഭാഗം ജനങ്ങൾ സുരക്ഷാ കാരണങ്ങളാൽ ഇവരുടെ തിരിച്ചുവരവിനെ നഖശിഖാന്തം എതിർക്കുമ്പോൾ മറ്റൊരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് ആ കുട്ടികളുടെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചാണ്. ഐസിസിന്റെ ക്രൂരതകളിൽ പങ്കാളികളായവർ ശിക്ഷിക്കപ്പെടണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. എന്നാൽ അവിടെയുള്ള കുട്ടികൾക്ക് കൃത്യമായ വിദ്യാഭ്യാസവും മാനസികമായ പിന്തുണയും നൽകി അവരെ തീവ്രവാദ ചിന്താഗതികളിൽ നിന്ന് മോചിപ്പിക്കേണ്ടത് ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് ഇവർ വാദിക്കുന്നു. ഈ സ്ത്രീകൾ ഐസിസിൽ എന്തൊക്കെ റോളുകളാണ് കൈകാര്യം ചെയ്തത് എന്ന് ആർക്കറിയാം? അവർ വെറും വീട്ടമ്മമാരായിരുന്നോ അതോ ട്രെയിനിങ് ലഭിച്ച ചാവേറുകളായിരുന്നോ? ഇന്റലിജൻസ് ഏജൻസികൾക്ക് ഇതൊരു തലവേദന തന്നെയാണ്. പതിറ്റാണ്ടുകൾ നീണ്ട സിറിയൻ ആഭ്യന്തര യുദ്ധത്തിന്റെ അവസാന നാളുകളിൽ അമേരിക്കൻ സൈന്യം മേഖല വിടുമ്പോൾ അവശേഷിപ്പിച്ചു പോകുന്നത് വലിയൊരു രാഷ്ട്രീയ ശൂന്യതയാണ്. അമേരിക്കയുടെ പിന്മാറ്റം മിഡിൽ ഈസ്റ്റിലുണ്ടാക്കിയ വലിയൊരു വിടവാണിത്. കുർദിഷ് പോരാളികളെ തങ്ങളുടെ ആവശ്യത്തിനായി ഉപയോഗിച്ച ശേഷം അവരെ പകുതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്ന നയം ഐസിസ് പോലുള്ള ശക്തികൾക്ക് വീണ്ടും വളരാൻ അവസരം ഒരുക്കുമോ എന്ന ഭയം നിലനിൽക്കുന്നുണ്ട്. അൽ ഹൗൾ ക്യാമ്പിൽ നിന്ന് ആയിരക്കണക്കിന് ഭീകരർ രക്ഷപ്പെട്ടത് ഇതിന്റെ സൂചനയാണ്. ഈ കൂട്ടത്തിൽ ഓസ്ട്രേലിയൻ സ്ത്രീകൾ രക്ഷപ്പെട്ട് നാട്ടിലെത്തിയാൽ അവർ തങ്ങളുടെ തീവ്രവാദ ആശയങ്ങൾ ഇവിടെയും പ്രചരിപ്പിക്കുമോ എന്ന ആശങ്ക പൊതുസമൂഹത്തിനുണ്ട്. ഇവിടെ നമ്മൾ കുറച്ചു കാര്യങ്ങൾ ഓർക്കണം. ഒരു കാലത്ത് സിറിയയിൽ പോയി ഖിലാഫത്ത് സ്ഥാപിക്കാനും പാശ്ചാത്യ രാജ്യങ്ങളെ തകർക്കാനും ആഹ്വാനം ചെയ്തവരാണിവർ. അന്ന് ഓസ്ട്രേലിയൻ പാസ്പോർട്ട് കത്തിച്ചു കളഞ്ഞവർ വരെ ഈ ഒരു കൂട്ടത്തിലുണ്ട്. ഇപ്പോൾ അവിടെ കാര്യങ്ങൾ കൈവിട്ടു പോയപ്പോൾ, പട്ടിണിയും പീഡനവും സഹിക്കവയ്യാതെ ആയപ്പോൾ വീണ്ടും ഓസ്ട്രേലിയൻ ജനാധിപത്യം മധുരിക്കുകയാണ് ഇവർക്ക്. മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ഇന്നവർ സംസാരിക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു വൈരുദ്ധ്യം തോന്നുന്നില്ലേ? തിരികെ വരാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ടെമ്പററി എക്സ്ക്ലൂഷൻ ഓർഡർ TEO നിയമത്തിലെ പഴുതുകൾ മാത്രമാണ്. പക്ഷേ പെന്നി വോങ് നൽകിയ ആ മുന്നറിയിപ്പ്, അവിടെ ഒരു ഭാവിയുമില്ല, ഇവിടെ നിയമവുമുണ്ട്, അത് കൃത്യമാണ്. ഒരു വശത്ത് രാജ്യസ്നേഹത്തെയും നിയമത്തെയും പുച്ഛിച്ചു പോയവർ, മറുഭാഗത്ത് അതേ നിയമത്തിന്റെ ആനുകൂല്യം തേടി വരുന്നു. ഇതാണ് കാലത്തിന്റെ കാവ്യനീതി. ഈ 13 പേരടങ്ങുന്ന സംഘം മെൽബണിലോ അല്ലെങ്കിൽ സിഡ്നിയിലോ എത്തുമ്പോൾ അത് കേവലം ഒരു എയർപോർട്ട് വാർത്തയായി അവസാനിക്കില്ല. അതൊരു വലിയ നിയമയുദ്ധത്തിന്റെ തുടക്കമായിരിക്കും.
ഒന്നാമതായി എവിഡൻസ് കളക്ഷൻ. സിറിയയിലെ യുദ്ധഭൂമിയിൽ ഇവർ ചെയ്ത കാര്യങ്ങൾക്ക് തെളിവ് ശേഖരിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. രണ്ടാമത് റീഹാബിലിറ്റേഷൻ ആണ്. ഈ കുട്ടികളെ എങ്ങനെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരും? അവർ കണ്ട കാഴ്ചകളും അനുഭവിച്ച ക്രൂരതകളും അവരെ ഏതു വിധത്തിൽ മാറ്റിയെടുത്തിട്ടുണ്ടാകും. മൂന്നാമതായിട്ട് പബ്ലിക് ഒപ്പീനിയൻ. ഭൂരിഭാഗം ഓസ്ട്രേലിയക്കാരും ഇവരുടെ തിരിച്ചുവരവിനെ ഭീതിയോടെയാണ് കാണുന്നത്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇതൊരു വലിയ രാഷ്ട്രീയ ആയുധമായി മാറും. ചുരുക്കത്തിൽ ഐസിസ് വധുക്കളുടെ ഈ മടക്കയാത്ര ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ഒരു ധർമ്മസങ്കടമാണ്. നിയമം പാലിച്ച് അവരെ സ്വീകരിക്കേണ്ടി വരുമ്പോഴും സുരക്ഷയെ കരുതി അവരെ നിരീക്ഷിക്കേണ്ടി വരുന്നു. അന്ധമായ മതഭ്രാന്തും തീവ്രവാദ ചിന്തകളും ഒരു മനുഷ്യന്റെ ജീവിതത്തെയും അവന്റെ വരും തലമുറയെയും എങ്ങനെ നശിപ്പിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഓസ്ട്രേലിയൻ ഭരണകൂടം സ്വീകരിക്കുന്ന ഈ കർക്കശ നിലപാട് ലോകത്തെ മറ്റു രാജ്യങ്ങൾക്കും ഒരു പാഠമാണ്. വിദേശ മണ്ണിൽ പോയി ഭീകരപ്രവർത്തനം നടത്തുന്നവർക്ക് തിരികെ വരുമ്പോൾ പൂച്ചെണ്ടുകളല്ല, മറിച്ച് കൈവിലങ്ങുകളാണ് കാത്തിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ബാധ്യതയാണ്. സിറിയയിൽ നിന്ന് പറന്നുയരുന്ന ആ വിമാനം ഓസ്ട്രേലിയയിൽ ഇറങ്ങുമ്പോൾ അത് നീതിയുടെ പുതിയൊരു അധ്യായത്തിനാണോ അതോ സുരക്ഷാ ഭീഷണിയുടെ തുടക്കത്തിനാണോ സാക്ഷ്യം വഹിക്കുക എന്ന് നമുക്ക് കണ്ടറിയാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.